സമാധാന കരാറുകളിലെ ഒപ്പുകൾ ഉണങ്ങും മുൻപ് തന്നെ അതിർത്തിയിൽ ഒളിച്ചു വെച്ച ഭീകരവാദികളുടെ വൻ ആയുധപ്പുര ഇസ്രയേൽ തവിടുപൊടിയാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാറിന്റെ മറവിൽ പതുങ്ങിയിരിക്കാമെന്ന് കരുതിയ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള നിർമ്മിച്ച കൂറ്റൻ ഭൂഗർഭ തുരങ്കമാണ് ഇസ്രയേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം ബോംബിട്ട് തകർത്തത്. 200 മീറ്ററിലേറെ നീളവും 25 മീറ്ററിലധികം ആഴവുമുള്ള ഈ തുരങ്കത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള 100 കണക്കിന് ആയുധങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ള. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും സംയുക്തമായിട്ടാണ് ഈ വൻ സൈനിക നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ തങ്ങൾ അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ആരുടെയും അനുമതിക്കായി തങ്ങൾ കാത്തു നിൽക്കില്ല എന്ന അതിശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇസ്രയേൽ ഇതിലൂടെ നൽകുന്നത്. വെറും 2 ദിവസം മുൻപാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേലും ലബനനും തമ്മിൽ ഒരു സമാധാന ചട്ടക്കൂടിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഈ കരാറിന്റെ മറവിൽ ആയുധങ്ങൾ സംഭരിക്കാനായിരുന്നു ഹിസ്ബുള്ളയുടെ നീക്കം. തങ്ങളുടെ ഗൂഢപദ്ധതി പാളുകയും ഇസ്രയേൽ തുരങ്കം തകർക്കുകയും ചെയ്തതോടെ തങ്ങൾക്കെതിരെ ഇസ്രയേൽ കരാർ ലംഘനം നടത്തിയെന്ന് നിലവിളിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഭീകരർ. തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പോൾ തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതിനിടെ തെക്കൻ ലബനനിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രയേൽ സൈനികൻ വീരമൃത്യു വരിച്ചതായും ഒപ്പം ഒരു ഹിസ്ബുള്ള ഭീകരനെ വധിച്ചതായും ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുത അവസാനിപ്പിക്കാനും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഈ പുതിയ സമാധാന കരാർ. എന്നാൽ ഹിസ്ബുള്ളയുടെ അടുത്ത അനുഭാവിയായിട്ടുള്ള ലബനീസ് പാർലമെന്റ് സ്പീക്കർ നബി ബെറി ഈ കരാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. 1983 കരാറിനേക്കാൾ 10 ഇരട്ടി മോശമാണ് ഈ പുതിയ കരാറെന്നും ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തുമ്പോഴും മറുവശത്ത് ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ലബനന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ഭീകരവാദികൾക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷ ശക്തിയുടേത് മാത്രമാണ് എന്ന് ഇസ്രയേൽ വീണ്ടും വീണ്ടും ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. കടലാസിലെ കരാറുകൾ കാണിച്ച് ഭീകരർക്ക് ഇനി ഇസ്രയേലിനെ കബളിപ്പിക്കാനാകില്ല. അതിശക്തമായിട്ടുള്ള താക്കീതാണ് തവിടുപൊടിയായിട്ടുള്ള ആ തുരങ്കത്തിലൂടെ ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു നീക്കവും അത് ഭൂമിക്കടിയിലായാൽ പോലും വെച്ച് പൊറുപ്പിക്കില്ലെന്ന ഇസ്രയേലിന്റെ ഈ ഉരുക്കുമുഷ്ടി നയം ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്.